എൻജിൻ പണിക്ക് ശേഷമുള്ള ഫസ്റ്റ് ഓയിൽ ചേഞ്ചിങ് ആണ്. ഞാനിവിടെയുള്ള മാഗസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻജിൻ പണിത് കഴിഞ്ഞാൽ പുതിയ വണ്ടി പോലെയാണ് ഫസ്റ്റ് ഓയിൽ ചേഞ്ചിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 800 കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് മാറണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 800 കിലോമീറ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ള തീരുമാനത്തിൽ ഇവിടെ വന്ന് ഓയിൽ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ കാണുന്ന മൂലൊക്കെയാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. തുടർന്ന് ശരിക്കും കാണാമെന്ന് അറിയത്തില്ല. അപ്പോൾ ഓയിൽ ചേഞ്ചിങ്ങും അതുപോലെ തന്നെ ചെയിനിൽ കുറച്ച് ഓയിലൊക്കെ ഇട്ട് വണ്ടി സെറ്റാക്കി ഇറക്കുകയാണ്. അപ്പോൾ എൻജിൻ പണിത് കഴിഞ്ഞുകൊണ്ട് തന്നെ അധികം സ്പീഡൊന്നും കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ഞാൻ 1-2 പ്രാവശ്യം തിരക്ക് കൂടിയപ്പം 1-2 പ്രാവശ്യം സ്പീഡൊക്കെ കയറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ വണ്ടി കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വീണ്ടും സൊമാറ്റോ ഓടാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൊമാറ്റോ ഓടുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഒരു ദിവസം തന്നെ നമുക്കൊരു 100 കിലോമീറ്റർ കൂടുതൽ ഒരു ദിവസം തന്നെ കവർ ആവുന്നുണ്ട്. സൊമാറ്റോ മാത്രമല്ല, ബാക്കി ഏത് ഡെലിവറി മേഖല നോക്കിയാലും ഇതുപോലെ നല്ല രീതിക്ക് കിലോമീറ്റർ കയറാൻ സാധ്യത ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഫുഡ് ഡെലിവറി ഏരിയ എന്ന് പറയുന്നത്. കുറച്ച് ഫുഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുത്തിരുന്നപ്പോഴാണ് ഇതുപോലെ ഒരു പൂച്ചനെ കണ്ടത്. അപ്പോൾ ഈ പൂച്ചയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല പ്രത്യേകത ഉള്ളൊരു പൂച്ചയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ണിലാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. പൂച്ച ക്യാമറയിലോട്ട് നോക്കാൻ വേണ്ടി ഞാൻ പഠിച്ച പോലെ 18 നോക്കി. അങ്ങനെ അവസാനം ഒരു ഷോട്ടിൽ എനിക്ക് അത് കാഴ്ച കിട്ടി. ഇതാണ് അമൃത ഹോസ്പിറ്റലിൻ്റെ ബോയ്സ് ഹോസ്റ്റൽ വരുന്നത്. അപ്പം ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നുള്ള പിള്ളേർ വരുന്നതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഓർഡേഴ്സ് ഇവിടെ നിന്ന് വരുന്നുള്ളതാണ്.